ഹലോ എവരിവൺ. പുതുവർഷത്തെ വരവേക്കാൻ ഒരുങ്ങുകയാണ് നമ്മൾ എല്ലാവരും തന്നെ അല്ലെ. 2024 അവസാനിച്ച് 2025 കടക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന നിമിഷം. പുതുവർഷം എന്ന് പറയുമ്പോൾ പലപ്പോഴും പുതിയ ഒരു വർഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ലൈഫിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കും. ജീവിതത്തിൽ ഒരു ആകമാനം, ഒരു പുതുമ കൊണ്ടുവരണമെന്ന് നമ്മളൊക്കെ തുടക്കത്തിൽ ആരംഭിക്കും. ആ ഒരു ആഗ്രഹം ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിലോടെ കൂടെ അവസാനിക്കുകയാണ് പതിവ്. എന്തുകൊണ്ടാണ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ നമുക്കൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അതിലൊന്നും തന്നെ ഉറച്ചു നിന്ന് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കാത്തത് നമ്മുടെ ഒരു ഇന്നർ മോട്ടിവേഷന്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പാത നമ്മൾ പിന്തുടരാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കാത്തത്. നമ്മളിൽ പലരും തന്നെ 2024 തുടങ്ങിയപ്പോഴും പുതിയ പുതിയ തീരുമാനങ്ങൾ, ലൈഫിൽ പുതിയ ലക്ഷ്യങ്ങൾ വേണം, പുതിയ കാര്യങ്ങൾ നേടണം. അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവാം, അല്ലെങ്കിൽ പുതിയ വീട് വെക്കുക, വാഹനങ്ങൾ വാങ്ങിക്കുക, അങ്ങനെ, അല്ലെങ്കിൽ ഉയർന്ന നിലയിൽ പഠിച്ച് ഉയർന്നു പോവുക, ഇങ്ങനെയൊക്കെ പല ലക്ഷ്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അത് ആറി തണുത്ത് പോവുകയാണ് പതിവ്. എന്നാൽ 2025 ഒരിക്കലും അങ്ങനെ ആകില്ല എന്ന് നമുക്കൊരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ 2025 നമുക്ക് പുതുവർഷം എന്ന് പറയുന്നത് പുതിയ പ്രതീക്ഷകളുടെയും പുതിയ ലക്ഷ്യങ്ങളുടെയൊക്കെ സാക്ഷാത്കാരത്തിനുള്ള ഒരു വർഷമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് സാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, എല്ലാത്തിനും നമ്മളുടെ ഒരു ഒരുക്കത്തിന്റെ ഒരു ആവശ്യമുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഒരു സീരീസ് ഒരു 2-3 വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതുവർഷത്തിൽ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിജയം നേടിയെടുക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പുതുവർഷത്തില് പുതിയ ലക്ഷ്യങ്ങളും പുതിയ തീരുമാനങ്ങളും ഒക്കെ നമ്മൾ ലൈഫിൽ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. നമ്മളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും പുതുവർഷത്തിൽ ചില കാര്യങ്ങളൊക്കെ നേടണം, അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ കുറച്ച് ആളുകളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ലൈഫ് എന്നും ഇങ്ങനെ ഓരോ ദിവസവും ഇരുണ്ട് വെളുത്ത് പോവുകയാണ്, ഇതിൽ എന്താണ് ഇത്ര പുതുമ എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഒരു വളരെ ഹ്രസ്വമായിട്ടുള്ള ഒന്നാണ്. അതിലെ ഓരോ ദിവസവും അല്ലെ ഓരോ നിമിഷവും അർത്ഥപൂർണമാക്കണമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യങ്ങൾ വേണം. ഫ്യൂച്ചറിൽ നേടേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ചിന്ത വേണം, അതിനുള്ള പരിശ്രമം വേണം. എങ്കിൽ മാത്രമേ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും നമുക്ക് അർത്ഥപൂർണവും സന്തോഷകരവും അല്ലെങ്കിൽ ഒരു പരിശ്രമത്തിലൂടെയൊക്കെ ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ അടുത്ത ഇടയിൽ നടത്തിയ ഒരു റിസർച്ച് സ്റ്റഡി പറയുന്നത് നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള നമ്മളുടെ വിഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ള നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിലെ പോസിറ്റീവ് ഇമോഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുതിയ വർഷം പുതിയ പ്രതീക്ഷകളുടെയും പുതിയ തീരുമാനങ്ങളുടെയും ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ഇനി എങ്ങനെ നമുക്ക് നമ്മളുടെ പുതിയ വർഷത്തെ നോക്കിക്കാണാം? നമ്മളൊക്കെ പലപ്പോഴും പുതുവർഷം ജനുവരി 1 ആരംഭിക്കുമ്പോൾ ആണ്, അല്ലെങ്കിൽ തലേ ദിവസമാണ് തീരുമാനിക്കുന്നത്. ഡിസംബർ 31 ആകുമ്പോഴാണ് ഒരു തീരുമാനം എടുക്കുന്നത്. നാളെ മുതൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും, നാളെ മുതൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തും, എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ വെയിറ്റ് കുറയ്ക്കും, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നേടും എന്നൊക്കെയുള്ളൊരു തീരുമാനം എടുക്കുന്നത് 30-ാം തീയതി അല്ലെ 31 ഡിസംബറിൽ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേന്നൊരു ദിവസം പെട്ടെന്നൊരു ഷിഫ്റ്റ് നമുക്ക് പോസിബിൾ ആണ്, ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് പുതുവർഷത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ അധികം താമസിയാതെ ഡിസംബർ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇട്ടത്. കാരണം നമ്മളൊരു പെട്ടെന്നൊരു കാര്യത്തിലേക്ക് നമുക്ക് ചാടി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ സാധിക്കില്ല. അവിടെ കൃത്യമായ ഒരുക്കവും നമ്മളുടെ ഒരു പരിശ്രമവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സ്ഥിരതയോടെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കൂ. ഈ പുതുവർഷത്തെ വരവേക്കാൻ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരുക്കം എന്ന് പറയുന്നത് ഒരു വിഷൻ ബോർഡ് അല്ലെങ്കിൽ ഡ്രീം ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ഭാഗത്തു നിന്ന് കുറച്ചൊക്കെ പരിശ്രമവും അധ്വാനവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിജയവും ഒരു പുതുമയും ഒക്കെ പുതുവർഷം നമുക്ക് കൊണ്ടുതരും. അതിന്റെ ആദ്യ പടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. എന്താണ് ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്? നമ്മൾ നമ്മുടെ ലൈഫിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിൽ എല്ലാവർക്കും തന്നെ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അധികം താമസിയാതെ ജനുവരി വരെ കാത്തിരിക്കാതെ ഈ ഡിസംബറിന്റെ ഇപ്പോൾ തന്നെ ഈ ഡിസംബർ മാസത്തിൽ തന്നെ നമ്മൾ ഒരു തീരുമാനം എടുക്കുക. അതോടൊപ്പം തന്നെ ഒരല്പസമയം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാവുക. ഒന്ന് ഇരുന്ന് ആലോചിക്കുക, എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പ്ലാൻ, എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് നേടേണ്ട ആഗ്രഹം, ഒന്ന് എഴുതുക.
ഫ്രീ ആയിട്ടൊന്ന് എഴുതാനായിട്ട് തയ്യാറാവുക. എല്ലാ ആഗ്രഹങ്ങളും തന്നെ എഴുതുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ എഴുതിയ എല്ലാ ആഗ്രഹങ്ങളും, ചിലപ്പോൾ നമുക്കൊരു 20 ആഗ്രഹം കാണും, 10 ആഗ്രഹം കാണും, ചിലപ്പോൾ അതിന്റെയൊക്കെ മേലെയായിരിക്കും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നേടാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് ഏറ്റവും പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ ലൈഫിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. ഇനിയാണ് നമ്മൾ നമ്മളുടെ വിഷൻ ബോർഡ് അല്ലെ ഡ്രീം ബോർഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. പുതുവർഷത്തില് 2025 ഞാൻ എന്തൊക്കെ നേടണം, അല്ലെ എൻ്റെ ലൈഫ് എങ്ങനെ പോകണം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ വഴിയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്കില്ല എങ്കിൽ പലപ്പോഴും വഴി തെറ്റിപ്പോകും അല്ലേ. അവിടെ കൃത്യമായിട്ട് നമുക്ക് ആ വഴിയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ റോഡ് മാപ്പ് നോക്കണം അല്ലെ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ ലക്ഷ്യങ്ങൾ നേടേണ്ടിടത്തും നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് മറ്റൊരു പേപ്പറിലേക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു 5 എണ്ണം അല്ലെങ്കിൽ ഒരു 4 എണ്ണം അതിനപ്പുറത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. എഴുതി വെച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ലക്ഷ്യങ്ങളിൽ നമ്മളെ പിന്തുണയ്ക്കുന്ന കുറേയേറെ കാര്യങ്ങൾ കാണും. അത് ചിലപ്പോൾ ചില ഇമേജസ് ആയിരിക്കും. ഉദാഹരണത്തിന് നമുക്കൊരു ഡ്രീം കാറുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ന ഒരു കാർ വാങ്ങുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു ഇമേജ് നമ്മൾ എടുത്തു വെക്കുക എന്നുള്ളതാണ്. ഏത് നിറത്തിലുള്ള കാറ് വേണം, ഏത് മോഡലാണ്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇമേജ് നമ്മൾ എടുത്തു വെക്കുക. അല്ലെങ്കിൽ ഒരു വീട് വേണം, നമ്മളുടെയൊക്കെ മനസ്സിൽ വീടിനെ കുറിച്ചൊരു പ്ലാൻ കാണും അല്ലെ. അപ്പൊ ആ ഒരു ഡ്രീം ഹൗസ്, അതിന്റെ ഒരു പടം, നമ്മളൊരു ഇമേജ്, നമ്മൾ ഒരു പ്രിന്റ് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്കൊക്കെ ലൈഫിൽ ഒരുപാട് മോട്ടിവേഷൻ തരുന്ന ചില വേർഡ്സ് കാണും, അല്ലെങ്കിൽ ചില അഫർമേഷൻസ് കാണും. ഞാൻ എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കും, അല്ല എങ്കിൽ ഇപ്പോൾ ഒരുപാട് നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, നമ്മളുടെ ഈ ബോഡി ഇമേജിനെ കുറിച്ചൊക്കെ കാഴ്ചപ്പാടുകൾ വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഐ ആം ബ്യൂട്ടിഫുൾ, ഇങ്ങനെയുള്ള ചില അഫർമേഷൻസും ഒക്കെയും നമ്മൾ മനസ്സിൽ കരുതി വെക്കുക. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടൊന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നല്ല, പെട്ടെന്ന് അത് ചെയ്തു തീർക്കാവുന്ന കാര്യമല്ല. ഏകദേശം ഒരാഴ്ച സമയമുണ്ട്. കാരണം പുതുവർഷം ഇതുവരെയും നമ്മുടെ അടുത്ത് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാഴ്ച ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഒരുപാട് സമയമൊന്നുമല്ല, ഒരു ദിവസം ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഇമേജസ് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയും വേർഡ്സുകളായാലും, ഞാൻ നേരത്തെ പറഞ്ഞ അഫർമേഷൻസ് ആയാലും, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന ചില കോട്ടുകളാണോ, അതൊക്കെ ആണെങ്കിലും നമ്മൾ എവിടുന്നേലും പ്രിന്റ് എടുക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ എടുക്കുക. അതല്ല എങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഇതിൽ നമ്മൾ തന്നെ എഴുതുക. ഇനിയും ഇതിനു വേണ്ടിയിട്ടുള്ള ബോർഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് അടുത്ത സ്റ്റേജ്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പത്തിൽ ഉള്ള ഒരു ചാർട്ട് പേപ്പർ അങ്ങനെയുള്ള ഒരു കാർഡ്ബോർഡ് ആയാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നിടത്തോളം വലുപ്പമുള്ള വലിയ ബോർഡ് എടുക്കുക. വലിയ ആഗ്രഹങ്ങൾ നേടാനായിട്ട് സാധിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ബോർഡ് എടുക്കാൻ ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ചാർട്ട് പേപ്പർ, അല്ലാതെ A4 സൈസ് ചെറിയ ചെറിയ പേപ്പറുകളാണെങ്കിലും നമുക്ക് അധികം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ അതിൽ പറ്റില്ല. അതോടൊപ്പം തന്നെ ആകെ എല്ലാ കാര്യങ്ങളും ഒരുപാട് തിക്കി നിറച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോഴാണെങ്കിലും ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചാർട്ട് പേപ്പർ ഫുൾ സൈസ്, ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളറുള്ള ചാർട്ട് പേപ്പർ എടുക്കുക. അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ആണെങ്കിലും അത് നല്ലൊരു സൈസിനൊന്നും കൃത്യമായിട്ടുള്ള ഒരു മെഷർമെന്റ് ഒന്നും പറയാനില്ല, വലിയൊരു സൈസിലുള്ള ഒരു കാർഡ്ബോർഡ് നമ്മൾ എടുക്കുക. ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം കാണും പുതുവർഷത്തിൽ, അല്ല നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം. നേരത്തെ പറഞ്ഞത് നമ്മുടെ ഒരു വീടാവാം, അല്ലെങ്കിൽ നമുക്കൊരു വണ്ടിയാവാം, അല്ലെങ്കിൽ നമുക്ക് ചില വ്യക്തികളുടെ ഏറ്റവും വലിയ ഇത് അവരുടെ ബോഡി ഇമേജിനെ കുറിച്ച് അവർ ഓവർ കോൺഷ്യസ് ആയിരിക്കും. വണ്ണം കൂടുതലാണ്, ഇത്ര വെയിറ്റ് കുറയ്ക്കണം, അതുകൊണ്ട് തന്നെ നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ആണെങ്കിൽ അങ്ങനെ ഫിറ്റ് ആയിട്ടുള്ള ബോഡി ഉള്ള ഒരു ഇമേജ് ആണ് നമ്മളെ ഒത്തിരി അട്രാക്ട് ചെയ്ത് ഇതുപോലെ ആക്കണം എൻ്റെ ബോഡി എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഇമേജ് എടുത്തു വെക്കുക. അതിനുശേഷം നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യം ഈ പേപ്പറിന്റെ അല്ലെ ഈ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ബോർഡിന്റെ സെന്ററിൽ സ്ഥാനം കൊടുത്ത് അവിടെ ഒട്ടിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒറ്റ നോട്ടത്തിൽ നമ്മളുടെ ശ്രദ്ധ അതിലേക്ക് പോകണം. അതുകൊണ്ടാണ് നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും സെൻട്രൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ഒട്ടിക്കുക, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും നമ്മൾ നമ്മളുടേതായിട്ടുള്ള മെഷർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഇതിന്റെ സൈഡുകളിലേക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു 5 അല്ലെങ്കിൽ 4 ആഗ്രഹങ്ങൾ ഫോക്കസ് ചെയ്യുക. 4 കോർണറിലേക്ക് നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള ആഗ്രഹങ്ങൾ എഴുതുക. ഇതിന്റെ ഇടയിലുള്ള ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പുകൾക്ക് ഉള്ളിൽ നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും? ഏറ്റവും ടോപ്പിൽ വേണമെങ്കിൽ നമുക്ക് 2025 ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് എഴുതാം. വേണമെങ്കിൽ നമ്മളുടെ ഒരു ഫോട്ടോ തന്നെ നമുക്ക് അതിന്റെ ടോപ്പില്
പേസ്റ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് നമ്മളുടെ വിഷൻ ബോർഡ് കൂടുതൽ ഇൻട്രസ്റ്റ് ആക്കുക, എത്രമാത്രം അട്രാക്റ്റീവ് ആക്കുക, എത്രമാത്രം നമ്മളുടെ മാത്രം ഫോക്കസ് അതിലേക്ക് ചെല്ലുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പർപ്പസ്. മറ്റുള്ളവരെ കാണിക്കാനല്ല, പ്രത്യേകിച്ചും നമ്മളിത് നമ്മുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവരെയോ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് അത്രയും താല്പര്യം ഉണ്ടാകണമെന്നുള്ള ഒരു ഉറപ്പൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ ചിലപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും കാണിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ നീ നേടാൻ പോകുന്ന കാര്യമാണോ എന്ന് പറഞ്ഞൊരു പരിഹാസത്തിന്റെ വാക്ക് എവിടെയെങ്കിലും വന്നാൽ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും അവിടെ തീരുകയാണ് ചെയ്യുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മളുടേതായിട്ടുള്ള ആഗ്രഹം, നമ്മുടെ പേഴ്സണൽ ഡ്രീംസ്, അതൊക്കെ എപ്പോഴും പേഴ്സണലായിട്ട് തന്നെ നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കോട്ടുകൾ, അല്ല ആരെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു ആത്മവിശ്വാസം തരുന്ന, കോൺഫിഡൻസ് തരുന്ന അഫർമേഷൻസ് ഉണ്ട്. അതൊക്കെയാണെങ്കിലും പല പല കളറിലുള്ള ഇങ്കുകൾ അല്ലെ സ്കെച്ചുകൾ യൂസ് ചെയ്ത് എഴുതുക. ആകെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുകയുള്ളൂ, ഒരുപാട് അങ്ങ് കാര്യങ്ങൾ തിക്കി നിറച്ച് നമ്മളുടെ വിഷൻ ബോർഡ് ആകെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ശ്വാസമുട്ടൽ തോന്നുന്ന രീതിയിലാകരുത്. അപ്പൊ ഇങ്ങനെ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ന്യൂ ഇയറിൽ പുതിയ ഒരു വർഷത്തെ നമ്മൾ വരവേൽക്കുന്നതിൽ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ഇതെവിടെ പേസ്റ്റ് ചെയ്യണം, അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ആദ്യത്തെ ഒരു പടി എന്ന് പറയുന്നത് ഈ ഒരു ഒരുക്കം, വിഷൻ ബോർഡ് അല്ലെ ഡ്രീം ബോർഡ് തയ്യാറാക്കുക. ഇതിൽ തന്നെ നമുക്ക് ഈ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗോൾസ്, നമ്മുടെ ലൈഫിൽ നേടാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ ഈ 4 അല്ലെ 5 എണ്ണത്തില് ചിലത് നമുക്ക് വളരെ പെട്ടെന്ന് പുതുവർഷം തുടങ്ങുമ്പോഴേ നമുക്കൊരു ആഗ്രഹം ഉണ്ടായെങ്കിൽ അല്ല അതിനുള്ള ഒരു സോഴ്സ് ഒക്കെ ഒത്തുവരുവാണെങ്കിൽ പെട്ടെന്ന് നേടാൻ സാധിക്കും. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ ഒരു ആഗ്രഹം നമ്മൾ നേടിക്കഴിഞ്ഞാൽ ഒരു സക്സസ് ബോർഡ് അല്ലെ ഒരു സക്സസിനെ റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ ഇതൊക്കെ നമുക്കൊരു കുറച്ച് മോട്ടിവേഷനും കുറച്ച് മനസ്സിന് നമ്മൾ ഓരോ കാര്യങ്ങൾ നേടിക്കഴിയുമ്പോഴുള്ള ഒരു സംതൃപ്തിയൊക്കെ തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ആ ഒരു കാര്യം നമുക്ക് എടുത്തു മാറ്റാം. എന്നിട്ട് പുതിയ നമ്മളുടെ ഒരു ഗോൾ അവിടെ നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഇതൊക്കെ പുതുവർഷം തുടങ്ങി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ചെയ്ത് കഴിഞ്ഞ കാര്യത്തിൽ നമുക്കൊരു ടിക്ക് മാർക്ക് കൊടുക്കാം. അതിന്റെ ഒരു പ്രയോജനം എന്നാ, നമ്മളൊരു 5 ആഗ്രഹങ്ങൾ എഴുതി, അതിലൊന്ന് നമ്മൾ പുതുവർഷം തുടങ്ങിയപ്പോഴേ നേടി, അല്ലെങ്കിൽ ഒരു 2-3 മാസത്തിനുള്ളിൽ നേടി, അതിനൊരു നല്ല ഒരു ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആഗ്രഹങ്ങൾ കാണുമ്പോൾ നമ്മൾ ഞാനിത് നേടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കും. നമ്മളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് ഒക്കെ കൂട്ടാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ന്യൂ ഇയറിനെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ ബാഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരുപാട് ഒരുക്കങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ ഒരു വിഷൻ ബോർഡ് കൂടെ ക്രിയേറ്റ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. എന്തിനാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പർപ്പസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കും ഉള്ള ഒരു സംശയമാണ്, വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രയോജനം, ഞാൻ അധ്വാനിക്കണ്ടേ? തീർച്ചയായും നമ്മളൊരു ലക്ഷ്യം നേടണമെങ്കിൽ നമ്മളുടെ അധ്വാനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ എന്തിനാണ് ഈ വിഷൻ ബോർഡ് എന്ന് ചോദിച്ചാൽ നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും നമ്മളുടെ വിഷൻ ചെല്ലുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഈ ബോർഡ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലുള്ള തിരക്ക് കൊണ്ട് നമ്മളുടെ ലക്ഷ്യങ്ങൾ അല്ലെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കല്ല, മറന്നുപോകും. വിഷൻ ബോർഡ് എപ്പോഴും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അല്ലെ ഓർമ്മപ്പെടുത്തുന്ന ഒരു റിമൈൻഡറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു അധ്വാനം കൂട്ടാനായിട്ട് അല്ലെ ശ്രമിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചയെങ്കിലും എടുത്ത് വളരെ ആലോചിച്ച് ഇതിനുവേണ്ടി ഒരു അല്പം സമയം മാറ്റി വെച്ച് ആത്മാർത്ഥമായിട്ട് ഒരു വിഷൻ ബോർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.